അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് 4ാം ക്ലാസ്സിലെ ഉലൂമുദ്ദീൻ 5ാമത്തെ പാഠം അദ്ദർസുൽ ഖാമിസ് മിർആത്തുൽ മുഅ്മിൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അർശിന് ചുറ്റും പ്രകാശത്തിൻ്റെ മിമ്പറുകളുണ്ട്. ആ മിമ്പറിൽ ഒരു വിഭാഗം ആളുകളുണ്ട്. അവരുടെ വസ്ത്രങ്ങൾ പ്രകാശിക്കുന്നതാണ്, അവരുടെ മുഖങ്ങൾ പ്രകാശിക്കും. അവർ നബിമാരല്ല, രക്തസാക്ഷികളല്ല. സഹാബികൾ ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂലെ, അവർ ആരാണെന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവർ അള്ളാഹു തആലയുടെ പ്രീതിക്ക് വേണ്ടി പരസ്പരം സ്നേഹിക്കുന്നവരാണ്, അള്ളാഹു തആലയുടെ പ്രീതിക്ക് വേണ്ടി കൂടിയിരിക്കുന്നവരാണ്, അള്ളാഹു തആലയുടെ പ്രീതിക്ക് വേണ്ടി പരസ്പരം സന്ദർശിക്കുന്നവരാണ്. ഉസ്താദ് പറഞ്ഞു, നന്മയിൽ പരസ്പരം സ്നേഹിക്കുകയും കൂട്ടുകൂടുകയും ചെയ്യുന്ന നല്ല സുഹൃത്തുക്കൾക്ക് ലഭിക്കുന്ന പ്രതിഫലമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈമാനും തഖ്വയുമുള്ളവരായിരിക്കണം നമ്മുടെ കൂട്ടുകാർ. നമ്മുടെ കൂട്ടുകെട്ട് നല്ലതിനായിരിക്കണം. ചീത്ത ആളുകളുമായി കൂട്ടുകൂടരുത്. കൂട്ടിന് തിരഞ്ഞെടുക്കുന്ന സ്നേഹിതൻ ബുദ്ധിമാനും സൽസ്വഭാവിയും സദാചാരിയും സുന്നിയും ദുനിയാവിൽ അത്യാഗ്രഹമില്ലാത്തവനും ആയിരിക്കണമെന്ന് ഇമാം ഗസാലി റഹിമഹുല്ല പറഞ്ഞിട്ടുണ്ട്. സ്നേഹിതന്മാരോടും കൂട്ടുകാരോടും നിരവധി കടമകളുണ്ട്. ഇവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 8 എണ്ണമാണ്. 1. സാമ്പത്തിക സഹായം നൽകുക. 2. ശാരീരിക സഹായം നൽകുക. 3. അവനെ വേദനിപ്പിക്കുന്ന ഒരു കാര്യവും ചെയ്യാതിരിക്കുക. 4. സ്നേഹം അറിയിക്കുകയും നന്മകളെ പ്രശംസിക്കുകയും ഉപകാരത്തിന് നന്ദി പറയുകയും ചെയ്യുക. 5. അനിഷ്ടകരമായ കാര്യങ്ങൾക്ക് മാപ്പ് നൽകുക. 6. ജീവിതകാലത്തും മരണാനന്തരവും അവനു വേണ്ടി പ്രാർത്ഥിക്കുക. 7. സ്നേഹബന്ധം നിലനിർത്തുക. മരണാനന്തരം അവൻ്റെ ബന്ധുക്കളോടും സ്നേഹിതന്മാരോടും സ്നേഹബന്ധം പുലർത്തുക. 8. അവന് വിഷമകരമായ ഒരു കാര്യവും ആവശ്യപ്പെടാതിരിക്കുക. അൽ മർഉ അലാ ദീനി ഖലീലിഹി. ഏതൊരാളും അവൻ്റെ കൂട്ടുകാരൻ്റെ ചര്യയനുസരിച്ച് വിലയിരുത്തപ്പെടും. ഇനി അവിടെ അതിൻ്റെ വർക്ക് കാണാം, നഫ്ഹമു വഖറു കാണാം. അവിടെ നമുക്ക് വായിക്കാനുണ്ട്, അർത്ഥങ്ങളൊക്കെ അവിടെ കാണിക്കുന്നുണ്ട്. കൂട്ടുകാരത് വായിക്കണം. ഇനി അതിൻ്റെ വർക്ക് ബുക്ക് നമ്മൾ നോക്കുക. അദ്ദർസുൽ ഖാമിസ് മിർആത്തുൽ മുഅ്മിൻ. നുജീബ്, ഉത്തരം എഴുതുക. 1. കൂട്ടുകാരെ തിരഞ്ഞെടുക്കുമ്പോൾ എന്തെല്ലാം ശ്രദ്ധിക്കണം? ബുദ്ധിമാനും സൽസ്വഭാവിയും സദാചാരിയും സുന്നിയും ദുനിയാവിൽ അത്യാഗ്രഹമില്ലാത്തവനും ആയിരിക്കണം. 2. അർശിന് ചുറ്റുമുള്ള മിമ്പറുകളിൽ ഇരിക്കുന്നവർ എങ്ങനെയുള്ളവരാണ്? ഉത്തരം, അവർ അള്ളാഹു തആലയുടെ പ്രീതിക്ക് വേണ്ടി പരസ്പരം സ്നേഹിക്കുന്നവരാണ്, അള്ളാഹു തആലയുടെ പ്രീതിക്ക് വേണ്ടി കൂടിയിരിക്കുന്നവരാണ്, അള്ളാഹു തആലയുടെ പ്രീതിക്ക് വേണ്ടി പരസ്പരം സന്ദർശിക്കുന്നവരാണ്. ഇനി 3 കാണാം. സ്നേഹിതന്മാരോടുള്ള പ്രധാന കടമകൾ എന്തെല്ലാം? 1. സാമ്പത്തിക സഹായം നൽകുക. 2. ശാരീരിക സഹായം നൽകുക. 3. അവനെ വേദനിപ്പിക്കുന്ന ഒരു കാര്യവും ചെയ്യാതിരിക്കുക. 4. സ്നേഹം അറിയിക്കുകയും നന്മകളെ പ്രശംസിക്കുകയും ചെയ്യുക. 5. അനിഷ്ടകരമായ കാര്യങ്ങൾക്ക് മാപ്പ് നൽകുക. ഇനി നുൻഷിഉൽ ജുമൽ, അവിടെ ജുംലകൾ ഉണ്ടാക്കുക. കടമകൾ. സ്നേഹിതന്മാരോടും കൂട്ടുകാരോടും നിരവധി കടമകളുണ്ട്. പരസ്പരം അള്ളാഹു തആലയുടെ പ്രീതിക്ക് വേണ്ടി പരസ്പരം സന്ദർശിക്കുന്നവരാണ്. കൂട്ടിന് തിരഞ്ഞെടുക്കുന്ന സ്നേഹിതൻ ബുദ്ധിമാനാകണം. ഒരു വിഭാഗം, ആ മിമ്പറിൽ ഒരു വിഭാഗം ആളുകളുണ്ട്. പ്രതിഫലം, നല്ല സുഹൃത്തുക്കൾക്ക് ലഭിക്കുന്ന പ്രതിഫലമാണ്. ഇനി നക്തുബ് കമാഫിൽ മിസാലി ബി തബ്ദീലി മാ തഹ്തഹു ഖത്തുൻ. അവിടെ ഉദാഹരണത്തിൽ ഉള്ളതുപോലെ എഴുതുക. അവിടെ അടിവരയിട്ട ഭാഗം മാറ്റി അപ്പുറത്തുള്ളത് എഴുതി കൊടുക്കുക. സ്വൈദൽ ഖത്തീബു അൽ മിമ്പർ, അവിടെ അൽ ഇമാമു എന്നാണ് എഴുതേണ്ടത്. സ്വൈദൽ ഇമാമു അൽ മിമ്പറ. ഇനി നസലൽ ഖത്തീബു മിനൽ മിമ്പരി, അൽ ഇമാമുന്ന് ചേർത്ത് കൊടുക്കുക. നസലൽ ഇമാമു മിനൽ മിമ്പരി. ജലസൽ ഖത്തീബു അലൽ മിമ്പരി, അവിടെ ജലസൽ ഇമാമു അലൽ മിമ്പരി എന്ന് എഴുതി കൊടുക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.